ഹായ്, ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോബ് ഏതാ? നിങ്ങളിങ്ങനെ തപ്പി നോക്കരുത് ഏതായിരിക്കും ഏറ്റവും കൂടുതൽ സാലറി കിട്ടുക. അത് സയൻസ് പഠിച്ചാലാണോ, കൊമേഴ്സ് പഠിച്ചാലാണോ, ഹ്യൂമാനിറ്റീസ് പഠിച്ചാലാണോ, എവിടെയാണ് ഏറ്റവും കൂടുതൽ സാലറി? ഞാൻ പറയും ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ, നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതിൽ ഭൂരിപക്ഷം ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് ഒരു ചെറിയ സപ്പോർട്ട് നൽകണേ. ഓക്കെ, താങ്ക് യു. അതാണ് CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്. ഓരോ കമ്പനിക്കും സിഇഒമാരുണ്ടായിരിക്കും. ഇപ്പോൾ നിലവിലെ ആഗോള കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ സ്റ്റഡീസ് പഠനങ്ങൾ വരുന്നത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആളുകളാണ് ഓരോ കമ്പനിയുടെയും സിഇഒമാർ. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നത്. എങ്ങനെയാണ് അപ്പോൾ ഒരു സിഇഒ ആവുക? നമുക്ക് ഈ സിഇഒൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്? പലരും നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. MBA അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് പലപ്പോഴും ഈ പറയപ്പെടുന്ന മാനേജ്മെൻറ്റ്. കാരണം ഒരു കമ്പനിയുടെ മാനേജ്മെൻ്റ് ആണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ കമ്പനിയുടെ പല പ്രധാനപ്പെട്ട ഡിസിഷൻ ചിലപ്പോൾ ആ ഒരു കമ്പനി കൈകാര്യം ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളായിരിക്കും. പക്ഷേ അതിൻ്റെ ബിസിനസ് സൈഡിലേക്ക് അതിനെ കൊണ്ടുപോകുന്നവരാണ് ഈ ഹെഡാണ് അല്ലെങ്കിൽ ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു ജോബിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുക? അതിന് നമ്മളെ സഹായിക്കുന്ന കോഴ്സാണ് MBA, അതായത് മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ നിങ്ങളൊരു കൊമേഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കും, ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ ഡിഗ്രി BBA എടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആ ചാനൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു +2 കൊമേഴ്സ് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് BBA ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് MBA വെറുതെ MBA എടുത്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ എവിടെ ഈ കോഴ്സ് ചെയ്യുന്നു എന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള MBA കോളേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൊരു ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ IIM. ഇപ്പോൾ നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ ഇപ്പോൾ JEE അല്ലെങ്കിൽ അതൊക്കെ എഴുതി നമ്മൾ JEE അഡ്വാൻസ് ആക്കി നമ്മൾ NITയിലേക്കും IITയിലേക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസാണ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ക്യാമ്പസാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM എന്ന് പറയും. ഇന്ത്യയിലാകെ 10 ക്യാമ്പസാണ് IIM ഉള്ളത്. ഇവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത്തരം കോളേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് വരുന്നത്. പ്ലേസ്മെൻറ്റ് ആയിക്കോട്ടെ, നമുക്ക് ജോലി സാധ്യതകളായിക്കോട്ടെ, ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളൊരു മേഖലയാണെന്ന് ഇത്തരം ക്യാമ്പസുകൾ. അപ്പോൾ എങ്ങനെയാണ് ഇവിടേക്ക് അഡ്മിഷൻ കിട്ടുക അല്ലേ? നിങ്ങൾ അടുത്ത ചോദ്യം അതാണല്ലോ. ശരിക്കും ഇതിൻ്റെ ആസ് പെർ ദ ക്രൈറ്റീരിയ പറയുന്നത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി 50% കുറയാത്ത മാർക്കുള്ള ഒരു ബാച്ചിലർ ഡിഗ്രി, അത് എനി ഡിഗ്രി, അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ആളുകൾക്കും ഇവിടേക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ബേസിക്കലി ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം അവർക്ക് അതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ കുറേ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഓൾറെഡി അവർ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊമേഴ്സ് പഠിച്ച ആളാണെങ്കിൽ അവൻ BBA ഡിഗ്രി ആണെങ്കിൽ അവന് BBA ചെയ്യാം. ഈ ഒരു പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ BBA ചെയ്യാം. എന്താണ് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നു. BBA കഴിഞ്ഞ ശേഷം CAT എക്സാം, അതായത് IIMലേക്ക് നടത്തുന്ന എക്സാമാണ് CAT എക്സാം. കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ് ഈ CAT എക്സാം. നമ്മളായിരുന്നു CAT എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ട് അടുത്ത VAT എക്സാം ഉണ്ട്. അപ്പോൾ 2 എക്സാം, ഒന്ന് CAT എക്സാം ഉണ്ട്, VAT എക്സാം ഉണ്ട്. CAT എക്സാമിലെ കട്ട് ഓഫ് മാർക്ക് വെക്കും. അത്രയും മാർക്കുള്ള ആൾക്ക് ഏത് എക്സാം എഴുതാം? VAT എക്സാം എഴുതാം. ആ VAT എക്സാമിൻ്റെ റിസൾട്ട് വരും. അതിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, വിവിധ IIMലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ കോഴിക്കോട് IIM ഉണ്ട്, കോഴിക്കോട് കുന്നമംഗലത്താണ് IIM ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും IIM ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ IIMൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക മറ്റൊരു കാര്യം, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി നൽകുന്ന ഫീസ് അത് കുറച്ച് അധികമല്ലേ? ഒരു സംശയമില്ല, നല്ല ഫീസ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ ഫീസൊന്നും നിങ്ങളെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ഒരു എവിടെയെങ്കിലും ഒരു IIMൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആളുകൾ ഇങ്ങോട്ട് വിളിക്കും. അതായത് ബാങ്കിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങും. എന്തിനു വേണ്ടിയിട്ട്? എഡ്യൂക്കേഷൻ ലോൺ. അത്രത്തോളം കാരണം ഒരു IIMൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. അത്രത്തോളം ഒരു ക്വാളിഫൈ ചെയ്യാൻ അത്രത്തോളം എഫേർട്ട് എടുക്കുന്ന കുട്ടിയെ കിട്ടുള്ളൂ. അവൻ അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ 2 വർഷത്തെ അവൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ അബ്രോഡ് ഏറ്റവും മികച്ച ഒരു കമ്പനിയിൽ ഒരു നല്ലൊരു പൊസിഷനിൽ അവൻ ജോലി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രത്തോളം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ പറയപ്പെടുന്ന IIMകൾ. ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ആളുകളായി കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം IIMകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ IIMൽ പഠിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പല കമ്പനികളുടെ CEO ആകാൻ നമുക്ക് സാധിക്കും. അതിലൂടെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന വിഭാഗം ആളുകളിലേക്ക് നിങ്ങൾക്കും എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വിവരം വേഗം ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാതെ വരെ താങ്ക് യു സോ മച്ച്. ബൈ.